ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രായേലിനോട് അനാവശ്യമായി ഹമാസ് പോയി പ്രകോപിപ്പിച്ചിട്ട് പണി എരന്നു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബന്ദികളെ മോചിപ്പിക്കുന്ന സന്ദർഭത്തിൽ പോലും ഒരു കാര്യവുമില്ലാതെ ഹമാസ് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ തൽക്കാലം ബന്ദി മോചനം അവിടെ നിൽക്കട്ടെ എന്ന് നെതന്യാഹുവിന് പറയേണ്ടി വന്നു. ഇപ്പോഴിതാ തുബാസിന് സമീപം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 10 പലസ്തീനികൾ കൊല്ലപ്പെടുകയും മറ്റുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കിട്ടിയതിലൊന്നും ഹമാസ് ഇനിയും തൃപ്തരല്ല. ഒറ്റ നേതാവ് പോലും ഇല്ലാതെ സകലതിനെയും തൂക്കിയെടുത്ത് തലയും ഉടലും വേർപെടുത്തിയിട്ടും പഠിക്കാൻ പറ്റുന്നില്ല. എന്താണെന്നറിയില്ല. ഇനിയും വാങ്ങിച്ചേ പറ്റൂ. അതുകൊണ്ട് പിന്നെയും ഇസ്രായേലിനെ പോയി പ്രകോപിപ്പിക്കുകയും പോയി ചൊറിയുകയും ചെയ്യുമ്പോൾ അവര് കയറി മാന്തി പൊളിക്കുമ്പോൾ ഇരവാദവും ഉന്നയിച്ച് വരും ഇവര് വീണ്ടും. ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് പലസ്തീൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷിൻബെറ്റിൽ നിന്നുള്ള രഹസ്യാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യോമസേനാ വിമാനം നടത്തിയ ആക്രമണം മാത്രമാണിത് എന്നാണ് ഇസ്രായേലി സൈന്യം പറയുന്നത്. കൊല്ലപ്പെട്ട പകുതി പേരും 20 വയസ്സിൽ താഴെയുള്ളവരാണ്. ഇതിൽ 15 വയസ്സുള്ള മുൻതാസർ അലി മുഹമ്മദ് ബാനി മെത്താർ എന്ന കുട്ടിയും ഉൾപ്പെടുന്നുണ്ട്. തന്നെയുമല്ല, രക്ഷാപ്രവർത്തനത്തിനെത്തിയ മെഡിക്കൽ സംഘത്തെ ഇസ്രായേൽ സൈന്യം തടഞ്ഞതായും വാർത്തയുണ്ട്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ഇസ്രായേൽ മേഖലയിൽ ആക്രമണം തുടരുകയായിരുന്നു ഹമാസ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ആരോപിക്കുന്നത്. അതിനിടയിൽ 8 ബന്ദികളെ, അതായത് ഇസ്രായേല് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു. അപ്പോൾ ഇസ്രായേൽ ഹമാസ് മേഖലയിൽ ആക്രമണം വ്യാപിപ്പിച്ചു എന്ന് ഹമാസ് മേഖലയിൽ ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചു എന്ന് ഹമാസും ആരോപിക്കുന്നു. രണ്ടും ആരോപണം മാത്രമാണ്. ഇനി അത് അന്വേഷണ വിധേയമാക്കിയാൽ മാത്രമേ ആരാണ് കരാർ ലംഘിച്ചത് എന്ന യാഥാർത്ഥ്യം പുറത്തു വരും. ഇതിനിടയിൽ 8 ബന്ദികളെയാണ് ഹമാസ് ഇന്റർനാഷണൽ റെഡ് ക്രോസിന് കൈമാറിയത്. 3 ഇസ്രായേലികളെയും 5 തായ്ലാന്റുകാരെയുമാണ് ഹമാസ് വിട്ടയച്ചത്. മോചിപ്പിക്കപ്പെട്ട ഇസ്രായേൽ ബന്ദികളിൽ ഒരു പുരുഷനും 2 സ്ത്രീകളും ഉണ്ട് എന്ന് കേൾക്കുന്നു. തായ് ബന്ദികളെ കരം അബു സലേം ക്രോസിംഗില് നിലയുറച്ച ഇസ്രായേലി സൈന്യത്തിന് കൈമാറി. ഇതിന് പിന്നാലെയാണ് 7 ബന്ദികളെ കൂടി ഹമാസ് മോചിപ്പിച്ചത്. ഹമാസ് ബന്ദികളെ കൈമാറുന്നത് സാക്ഷ്യം വഹിക്കാൻ 100 കണക്കിന് ആളുകൾ ഖാൻ യൂനിസിൽ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. ഹമാസ് തലവനായിരുന്ന യഹിയ സിൻവാറിനെ ഇസ്രായേൽ കൊന്നല്ലോ. ആ വീടിന് സമീപമാണ്, അതിന്റെ മുമ്പിലാണ് ആളുകൾ തടിച്ചുകൂടിയത്. അവിടെയാണ് ബന്ദിയെ മോചിപ്പിക്കാനുള്ള സ്പേസ് ആയിട്ട് ഹമാസ് തിരഞ്ഞെടുത്തത്. കാരണം ആ സമയത്താണ് ഇവർക്ക് കൂടുതൽ പ്രതികാര ചിന്ത ഉണ്ടാകുക. ഇവരുടെ കണ്ണിന്റെ കൃഷ്ണമണിയായിട്ടുള്ള നേതാവാണ് യഹിയ സിൻവാർ. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ബിൽഡിംഗ് തന്നെ ബന്ദികളെ കൈമാറാൻ ഹമാസ് കരുതിക്കൂട്ടി തിരഞ്ഞെടുക്കുകയായിരുന്നു. അതുകൊണ്ട് അവിടെ തന്നെയാണ് ബന്ദികളെ കാണുന്നതിന് വേണ്ടി ആളുകൾ തടിച്ചുകൂടിയത്. 3ാം ഘട്ട ബന്ദി കൈമാറ്റത്തിന്റെ കേന്ദ്രമായ ഹമാസ് തെരഞ്ഞെടുത്തത് സിൻവാറിന്റെ വീടാണ്. ഹമാസ് ബന്ദികളെ കൈമാറിയതോടുകൂടി മുൻ സൈനികനും നാടക സംവിധായകനുമായ സക്കറിയ സുബൈദി ഉൾപ്പെടെ 110 പലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ മോചിപ്പിക്കേണ്ടത്. 30 കുട്ടികൾ ഉൾപ്പെടെയാണ് ഇസ്രായേൽ മോചിപ്പിക്കുന്നത്. ഇതേസമയം പലസ്തീൻ തടവുകാരുടെ കുടുംബാംഗങ്ങളോട് അമിതമായ ആഹ്ലാദ പ്രകടനങ്ങൾ പാടില്ല എന്ന് ഇസ്രായേൽ അറിയിച്ചു. ആദ്യഘട്ട ബന്ദി കൈമാറ്റത്തിൽ കിഴക്കൻ ജെറുസലേമിൽ ആഹ്ലാദ പ്രകടനം നടത്തിയ 12 പലസ്തീനികളെ IDF അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേൽ ആരംഭിച്ച യുദ്ധത്തിൽ ഗാസ തരിപ്പണമായി. ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിനെ ഹമാസ് അങ്ങോട്ട് ആക്രമിച്ചിട്ട് തിരിച്ച് വിലയ്ക്ക് വാങ്ങിയതായിരുന്നു ആ 7-ാം തീയതി നേരം പുലരുന്നതിന് മുമ്പ് അടുത്ത യുദ്ധം. ഇസ്രായേലും ഹമാസും തമ്മിൽ നല്ല രൂപത്തിൽ ടൈപ്പായി നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഹമാസിന് എല്ലിൻ്റെ ഇടയ്ക്ക് വറ്റുകുത്തിയത്. അങ്ങനെയാണ് അവര് ഇസ്രായേലിലെ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിനെ ആക്രമിച്ചത്. 1400 പേരെ കൊലപ്പെടുത്തി 257 പേരെ ബന്ദികളാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഹമാസിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ആ യുദ്ധത്തിലാണ് 1 ലക്ഷത്തോളം ആളുകൾ പരിക്ക് പറ്റി കിടക്കുന്നു. ഏതാണ്ട് 50,000-ഓളം ആളുകൾ മരണപ്പെട്ടു. 23 ലക്ഷം ജനതയ്ക്ക് നാടും വീടും കൂടുമൊക്കെ നഷ്ടപ്പെട്ടു. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ആളുകൾ നിരവധി വേറെയും.
ഒറ്റ എഴുന്നേറ്റ് നിൽക്കുന്ന കെട്ടിടങ്ങൾ പോലും ഇന്ന് ഗാസയിലില്ല. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ 100 മസ്ജിദുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് ഇന്തോനേഷ്യ പറയുന്നത്. വ്രതകാലമായ റമദാൻ തുടങ്ങാനിരിക്കുമ്പോൾ മസ്ജിദ് നിർമ്മാണം വേഗത്തിലാക്കുമെന്നാണ് ഇന്തോനേഷ്യ മസ്ജിദ് കൗൺസിൽ ചെയർമാനും മുൻ ഇന്തോനേഷ്യൻ വൈസ് പ്രസിഡന്റുമായ മുഹമ്മദ് ജൂസഫ് കല്ല പറഞ്ഞത്. 1.5 വർഷത്തെ ഇസ്രായേൽ അധിനിവേശം ഗാസയെ തകർത്ത് തരിപ്പണമാക്കി. 1000-ലധികം പള്ളികളാണ് തകർത്തതെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 100 പള്ളികൾ നിർമ്മിക്കും. പിന്നീട് 90 എണ്ണം കൂടി നിർമ്മിക്കും. ഇന്തോനേഷ്യൻ ജനത പള്ളി നിർമ്മാണവുമായി സഹകരിക്കും. പദ്ധതി എങ്ങനെ നടപ്പാക്കണം എന്ന കാര്യം ഗാസ അധികൃതരുമായി ചർച്ച നടത്തി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ജനുവരി 19 ഗാസയിൽ ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നത്. 2025 ജനുവരി 19. ഇതിനിടയിൽ 50,000-ഓളം പലസ്തീനികളും 3,000-ഓളം ഇസ്രായേലികളും കൊല്ലപ്പെട്ടു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ 3,76,000-ലധികം പലസ്തീനികൾ വടക്കൻ ഗാസയിലെ വീടുകളിലേക്ക് മടങ്ങിയതായി UN അറിയിച്ചു. നെറ്റ്സരീം ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയതോടുകൂടിയാണ് ജനം വീടുകളിലേക്ക് മടങ്ങാൻ തുടങ്ങിയത്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പല സംഭവ വികാസങ്ങളെ സംബന്ധിച്ചും സാധാരണഗതിയിൽ ചില സെലക്റ്റീവ് മാധ്യമങ്ങളോ നവോത്ഥാന നായകന്മാരോ പ്രതികരിക്കാറില്ല. പക്ഷേ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത് ഗാസയിലെ ആളുകളെ സംബന്ധിച്ച് വല്ലാത്ത വേദനയാണ്. അഫ്ഗാൻ ജനതകളെ കുറിച്ചിട്ടില്ലാത്ത, ഇറാൻ ജനതകളെ കുറിച്ചിട്ടോ തുർക്കിയെ കുറിച്ചോ സൗദിയെ കുറിച്ചോ ഇല്ലാത്ത വല്ലാത്ത വേദനയാണ് ഗാസയിലെ ആളുകളെ കുറിച്ച് മാത്രം ഉണ്ടാകുന്നത്. ബംഗ്ലാദേശിലെ ലക്ഷക്കണക്കിന് ആളുകൾ പീഡിപ്പിക്കപ്പെട്ടപ്പോഴില്ലാത്ത വേദന, സ്ത്രീകളും കുട്ടികളും ഒക്കെ ക്രൂരമായി ജമാഅത്തെ ഇസ്ലാമി ഭീകരരാൽ പീഡിപ്പിക്കപ്പെട്ടപ്പോഴില്ലാത്ത വേദന, അങ്ങ് ദൂരെ ഗാസയിൽ കിടക്കുന്ന പ്രശ്നങ്ങൾക്ക് മാത്രം അവിടുത്തെ നാട്ടുകാര്, ഇതിന്റെ പേരാണ് സാമുദായിക സ്നേഹം. ഏതെങ്കിലും ഒരു ഭീകരവാദിയെ എവിടെയെങ്കിലും പിടിച്ചാൽ ഉടനെ നമ്മുടെ നാട്ടിൽ ബന്ദ്, ഹർത്താല്, ഹാഷ്ടാഗുകൾ, ഭയങ്കരമായിട്ടുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. പൊട്ടത്തരമാണെന്ന് പറഞ്ഞാൽ നമ്മളെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കും. ഇവിടെ ജീവിക്കുന്നവര് ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം. അതാണിപ്പോൾ ട്രംപ് പലസ്തീനെ അനുകൂലിക്കുന്ന ആളുകൾ, അവർക്ക് ജയ് വിളിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടി പ്രതിഷേധങ്ങൾ നടത്തുന്ന ആളുകൾ പൊയ്ക്കോ പലസ്തീനിലേക്ക്, ഇവിടെ വേണ്ട എന്ന് പറയാൻ കാരണം കലാലയത്തിൽ പോലും ജൂതന്മാർ വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, ഗാസയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ പേരിലൊക്കെ അധിക്ഷേപിക്കപ്പെടുമ്പോൾ അത് നിങ്ങളുടെ നാട്ടിൽ മതി, ഇവിടെ വേണ്ട എന്ന് പറയാൻ ട്രംപിന് സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ, അങ്ങനെ പലയിടങ്ങളിലും നടക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇവർക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നതില്ല. ബംഗ്ലാദേശിലെ ഹിന്ദു സ്ത്രീകൾ, ഹിന്ദു പുരുഷന്മാർ, ഹിന്ദു പെൺകുട്ടികൾ, അതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. ജമാഅത്തെ ഇസ്ലാമി ഭീകരർ ചെയ്യുന്ന ക്രൂരതകൾ കുറിച്ചിട്ടൊന്നും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. ഉരുട്ടി വെക്കുമ്പോൾ അവർക്ക് ഇറങ്ങുന്നുണ്ട് ചവച്ചാലുടനെ. പക്ഷെ ഗാസയിലെ ആളുകൾ, ഇതാണ് വർഗബോധം എന്ന് പറയുന്നത്, ഇതാണ് തീവ്രത. തൻ്റെ മതവിഭാഗത്തിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം പൊട്ടുന്ന കുരുക്കളുണ്ടല്ലോ, ഇതിന്റെ പേരാണ് വർഗീയവാദ കുരുക്കൾ, തീവ്രവാദ കുരുക്കൾ. നന്ദി.